ലണ്ടൻ ചരിത്രവും ആധുനികതയും കൈകോർക്കുന്ന വിസ്മയ നഗരം. ഓരോ തെരുവിലും ഓരോ കഥകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മനോഹരമായ നഗരം. എന്നാൽ ഇന്ന് നമ്മൾ ഈ നഗരത്തിൻ്റെ കൊട്ടാരങ്ങൾക്കും സ്മാരകങ്ങൾക്കും അപ്പുറം ഈ നഗരത്തിൻ്റെ രുചി വൈവിധ്യങ്ങളിലേക്കാണ് ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ ഫുഡ് മാർക്കറ്റായ ബോറോ മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യയിലൂടെ ലണ്ടനിലേക്കുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ലണ്ടനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബോറോ മാർക്കറ്റിലാണ്. ഇവിടെ കുറേ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇവിടുന്ന് ഫുഡ് അടിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് വാങ്ങണമെന്ന് കൺഫ്യൂഷൻ അടിച്ചു പോകും. ഇവിടുത്തെ ഒരു വൈബ് നേരിട്ട് തന്നെ കാണണം. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റോളുകളും ഓരോ രാജ്യങ്ങളിലെ ഫുഡുകളുമാണ്. ലണ്ടനിലെ ഏറ്റവും പഴയ മാർക്കറ്റുകളിലൊന്നാണിത്. ഏകദേശം 1000 വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെന്നാണ് ഇതിന് പറയപ്പെടുന്നത്. ചീസുകളുടെ ഒക്കെ ആണെങ്കിൽ കലവറ തന്നെയാണ് ഇവിടെ. ഈ കാണുന്നത് പല ചീസ് ഷോപ്പുകളിലെ ഒന്ന് മാത്രമാണത്. ആ കാണുന്നത് ഫുള്ള് ചീസാണ്. There they are. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗം തന്നെ ആയിരിക്കും. എനിക്ക് ചീസ് ഇഷ്ടമല്ല, എൻ്റെ സ്മെല്ല് എനിക്ക് പിടിക്കത്തില്ല. ലണ്ടനിൽ വരുന്നവർ ഈ ബോറോ മാർക്കറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം അത്യാവശ്യം ഒട്ടുമിക്ക രാജ്യങ്ങളിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് കത്തിയാണ്. ഓഫ്കോഴ്സ് ലണ്ടൻ സിറ്റി സെൻറ്ററിൽ വന്നിട്ട് ചീപ്പായിട്ടുള്ള സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ ഒരു സാമ്പിൾ ഇയാൾ എനിക്ക് തന്നായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. മിക്കവാറും ഞാൻ പറഞ്ഞ വാങ്ങും. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് എനിക്ക്. How much you start for a plate? 1 large shrimp, 2 large shrimp or lobster. So they go with it. Lobster or large shrimps. £19 £24 ആണ് ഇതിൻ്റെ വില. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 3000 രൂപയോളം വരും ഒരു പ്ലേറ്റിന്. അപ്പോൾ അയാൾ എനിക്ക് സാമ്പിൾ തന്നായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ്. ഇതൊരു ബെൽജിയം ചോക്ലേറ്റ് ആണ്. ബെൽജിയം ചോക്ലേറ്റിൽ അവർ ഡിപ്പ് ചെയ്തിട്ട് തരും. പക്ഷേ ഇത് എത്രത്തോളം സൂപ്പറാണെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് താങ്ക് യു. Have a try, guys. We got pizza. Excuse me, bro.
How much is that for a cup? I'd like to have one, please. Sorry? I would like to have one. Yeah. The cube sauce. Oh, sorry. Have a try, guys. We got free sample, guys. Have a try, guys. Have a try. Free sample, guys. Thank you. Got free sample, guys. Have a try, guys. കൊള്ളാമോ? വലിയ സുഖമൊന്നുമില്ല. കുഴപ്പമില്ല, ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ചോക്ലേറ്റ് കൊള്ളാം പക്ഷെ. വീട്ടല്ല പോലെ. പക്ഷെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 10 കൊണ്ട് കൊടുത്ത് ഒരു കപ്പ് സ്ട്രോബെറി വാങ്ങുന്നത്. സാധാരണ നമ്മുടെ കടകളിലൊക്കെ 2-3 കൊണ്ടൊക്കെ നല്ല സ്ട്രോബെറി കിട്ടും കഴിച്ചു. 10 കൊണ്ടുള്ളതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊണ്ട് നമ്മുടെ നാട്ടിലിപ്പം 1250 രൂപയായി. ചോക്ലേറ്റ് കൊള്ളാം അല്ലേ? ചോക്ലേറ്റ് സൂപ്പറാണ്. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇതാ ഈ ഒരൊറ്റ സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവനാണ് ഇവിടുത്തെ താരം. ദ ബ്ലാക്ക് പിഗ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഷോപ്പ് ലക്ഷ്യമിട്ടിട്ടാണ് പലരും ഈ ഒരു മാർക്കറ്റിലേക്ക് വരുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇവരുടെ സിഗ്നേച്ചർ സാൻഡ്വിച്ച്, ദ ഹണി ട്രഫിൾ. ഇതൊരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റിൽ വന്നിട്ട് ഇതുവരെ കഴിച്ച എല്ലാ ഫുഡും നമ്മൾ മറക്കും. ആപ്പിൾ വുഡ് സ്മോക്ക് ചെയ്ത് സ്ലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പോർക്കും ട്രഫിൾ മയണൈസും തേനും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ഒരു രുചിയുണ്ടല്ലോ, അത് നേരിട്ട് കഴിച്ചാലേ ഇവിടെ എന്താ ഇത്ര തിരക്ക് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പൊളി സാധനം, ഹൈപ്പിനുള്ളതുണ്ട്. നേരത്തെ അടിച്ച സ്ട്രോബെറി ഇല്ലേ, അതുപോലെയല്ല. സ്ട്രോബെറി ഹൈപ്പിനുള്ള മാത്രമേ ഉള്ളായിരുന്നു, പക്ഷേ ഇത് കൊള്ളാം. സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള പോർക്കാണ്. ഇതിന് 13 കൊണ്ടാണ്, 13 കൊണ്ടാണ് കേട്ടോ അതിന്. ഇത് നാട്ടിൽ ഏകദേശം 1500 രൂപ. പക്ഷെ കൊള്ളാം, 2 പേർക്ക് കഴിക്കാനുള്ളത്. മതി. പോർക്കും സ്ട്രോബെറിയും കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയറ് നിറഞ്ഞു. എന്നാലും ഇനിയും കുറച്ച് സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്നുണ്ട്. ഇവിടെ ഒരു തായ് ഷോപ്പുണ്ട്, ഒരു തട്ടുകട. അതായത് കണ്ട കാണുന്ന തായ് ഷോപ്പിൽ കയറിയിട്ട് ഒരു മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കും. ഞാൻ എവിടെ ചെന്നാലും തായ് ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്നൊരു സാധനം മാംഗോ സ്റ്റിക്കി റൈസ്. നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ സാധനമാണ്. വേറെ ഒന്നുമില്ല, ഒരു സ്റ്റിക്കി കൈൻഡ് ഓഫ് റൈസ്, നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇട്ടൊരു റൈസ്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാംഗോ പീസസ് തരും. സംഭവം ഭയങ്കര സൂപ്പർ കോമ്പിനേഷനാണ്. നമ്മൾ എപ്പോഴും കഴിച്ചു തീർന്നിട്ടില്ല.
വയറ് നിറഞ്ഞിട്ട്. ഞങ്ങളിതൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല ഗൈസ്. ഞങ്ങളൊരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ചെക്ക് ഇൻ വരുന്നത് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ചെക്കിങ് വരുന്നത്. വിളിച്ച് ചോദിച്ചായിരുന്നു നേരത്തെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം റൂംസ് ഒന്നും ഫ്രീ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പെട്ടിയായിട്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ അച്ചിരിക്കുന്ന പോലെയല്ലേ? സോറി. താങ്ക് യു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് ഭരിക്കും കഴിച്ച്. ഇപ്പം അതേ ഒരു മുട്ടൻ കാട്ടൻ സാൻഡ്വിച്ച് കഴിച്ചിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതേ അടുത്ത ഓർഡർ ചെയ്തു മാംഗോ സ്റ്റിക്കി റൈസ്. അയ്യോ, ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചൊരു വഴിക്കാവും. എന്നാ കഴിക്കും. എൻ്റെ ഫേവറേറ്റ് എന്തായാലും മാംഗോ സ്റ്റിക്കി റൈസ് എവിടെ പോയി കഴിച്ചാലും ഇതുവരെ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അല്ലേ? നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ. കിടുക്കാച്ചി സാധനമാണ്. എനിക്ക് മനസ്സിലാകത്ത ഇവർ ഈ മാംഗോ സോഴ്സ് ചെയ്യുന്നത് എവിടെ നിന്നാണ്. കാരണം ഇതുപോലത്തെ മാംഗോസ് ഇവിടെ നോർമൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ കൂടുതലാണ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല കഴിച്ചു. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു ദിവസം തായ്ലാൻഡ് പോകുന്നു. സത്യം സത്യം. എത്ര എന്താ പറയാ, മടുപ്പ് മാറും. എല്ലാം വയറ് നിറഞ്ഞിട്ടാ കഴിക്കുന്നെങ്കിൽ പോലും ഇതിന് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കണം. വയറ് നിറഞ്ഞ് പൊട്ടാറായി. ഒരു കപ്പ് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് കഴിച്ച് ഒരു മുട്ടൻ ഒരു മുതുക്ക് സൈസ് സാൻഡ്വിച്ചും കഴിച്ചിട്ട് എന്നാലും ഞാൻ തളരില്ല കൈസ്. ഒരു മസാല വശം കൂടെ കഴിച്ചിട്ടേ അവിടെ നിന്ന് പോകുള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടേ ചൈന ടൗണിൽ പോയി ഫുഡ് കഴിക്കാനുണ്ട്. ചൈന ടൗണിൽ ഇന്ന് പോകണോ നാളെ പോയാൽ മതിയോ? നോക്കാം. നമുക്കിന്ന് നമ്മുടെ വെസ്റ്റ് മിനിസ്റ്റർ, നമ്മുടെ ബിഗ് ബെൻ ഇല്ല, അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ബക്കിംഗ്ഹാം പാലസിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ടുസാഡ്സ് മ്യൂസിയത്തിൽ പോകാം. നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. 2:15 നമുക്ക് ടിക്കറ്റ് എൻട്രി തന്നിരിക്കുന്നത്. അപ്പം അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം അല്ലേ, എവിടെ പോകണം എന്നുള്ളത്. വയ്യ, പണ്ടത്തെ പോലെയല്ല കൈസ്. ഇപ്പം ഫുഡ് കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ് അല്ലേ? മുമ്പൊക്കെ എന്തുമാത്രം ഫുഡ് അടിക്കുമായിരുന്നു ഞാൻ. ഇപ്പോൾ കുറഞ്ഞു വരുവാ പ്രായം കൂടുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോയാലോ? അതിലെ ഞാൻ ചുമ്മാ പോയപ്പോഴാണ് മണം അടിച്ചിട്ട് എനിക്ക് ഒരു സമൂസ കഴിക്കാറുണ്ടാവില്ല. പക്ഷെ വേണ്ട, ഇന്ത്യൻ സ്റ്റോറിലൊന്നും ആരുമില്ല, ചുമ്മാ അടിച്ചിരിക്കുക. ഈ ഇതുപോലത്തെ മെയിൻ സ്റ്റോറിൽ മാത്രമേ ആൾക്കാരുള്ളൂ. ഏതാ? ഓ, സ്വീറ്റ്സ് കഴിക്കാറുണ്ട്. ഇവിടെ കുറച്ച് ഡോണറ്റും അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ ഒന്ന് കഴിക്കാനുള്ള ഒരു പരിപാടിയിലായിരിക്കും ഞാൻ. കടലിലേക്കൊക്കെ ഇവിടെ നമ്മൾ മീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനപ്പുറത്ത് നമുക്ക് റെഡിയാക്കി തരും. ഇതെന്താ പറയുക, നമ്മുടെ നാട്ടിൽ അയില. Hello, Joe. You in? ഒന്നിച്ചൊക്കെ വിഴുവാണോ? ജസ്റ്റ് വായിലോട്ട് തട്ടിയാൽ മതി. ഇഷ്ടപ്പെട്ടാ? ഞങ്ങളിനി ഇവിടുന്ന് കുറച്ച് സ്വീറ്റ്സും കഴിച്ചിട്ട് സ്ഥലം വിടാനുള്ള പരിപാടിയാണ്. കാരണം ഇവിടെ നിന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് ഞങ്ങളൊരു വരുവാകും. എടി നിനക്ക് ഇതാണ് കഴിക്കണം എന്ന് പറഞ്ഞേ? പിസ്താഷ്യോ ബൊറീറ്റോ. ഇതാണോ പിസ്താഷ്യോ ബൊറീറ്റോ? ഇതാണോ അടി പിസ്താഷ്യോ ബൊറീറ്റോ ആണോ? Hi, can I try this one, please? Of course, anything else? Sorry? Can I get you anything else? No, that's it. അങ്ങനെ ഞങ്ങൾ ഒരു ഐറ്റം കൂടെ വാങ്ങി. ഇനി എന്തെങ്കിലും വാങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. മതിയായി. കഴിച്ചോ? കൊള്ളോ? ക്രീം ബണ്ണൊക്കെ പോലെ. പിടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിടിച്ചോ, പിടിച്ചോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മുടെ ഈ പേസ്ട്രി ഒക്കെ പോലെ അല്ലേ? ക്രീം ബൺ നമ്മുടെ ബണ്ണും ക്രോസോണും പേസ്ട്രിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പോലത്തെ ഒരു ടേസ്റ്റ് അല്ലേ? പിടിച്ചോ, എനിക്ക് തരണ്ട, താഴെ പോകും. പിന്നത്തേക്ക് വെച്ചാൽ ഇതിന് 6.5 പൗണ്ടാണ്. 700-800 അടുത്ത് വരും. കൊള്ളാം. ഭയങ്കരമായിട്ട് ഹെവി ആവുക നമ്മൾ, അല്ലാണ്ട് ഹെവി ആയി. കുറച്ച് നടന്നിട്ട് ഇപ്പോൾ കുറച്ച് നടന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കും. ബാക്കി അത് കഴിക്കുന്നുണ്ടോ? ഏതാ വേണ്ട? Hi, how much is for that? Can I have one please? അത്യാവശ്യം കത്തി റേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ അല്ലേ? 3.5 പൗണ്ടാണ് എന്ന് വെച്ചാൽ നാട്ടിൽ ഏകദേശം 400 രൂപയോളം വരും.
മധുരം കഴിച്ചാൽ മത്തടിച്ചിരിക്കുക ഗൈസ്. മത്തടിച്ചെന്ന് വെച്ചാൽ വല്ലാത്തൊരു മന്തിപ്പ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാം. അങ്ങനെ ബറോ മാർക്കറ്റിനോട് യാത്ര പറഞ്ഞ് ഇനിയിപ്പോൾ തൽക്കാലം ഇവിടുന്ന് വിടവാങ്ങുക. ഇനി അടുത്ത നമ്മൾ സ്കൈ ഗാർഡനിലോട്ട് പോവാണ്. ഇവിടെ ഒരു റൂഫ് ടോപ്പ് ഗാർഡൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒരുപാട് വട്ടം ലണ്ടനിൽ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ബൊറോ മാർക്കറ്റിലെ കാഴ്ചകളെയും തൽക്കാലം ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.